ഹലോ ഫ്രണ്ട്സ്, വളരെ സ്വാദിഷ്ടമായ ഒരു ബട്ടർ ഗാർലിക് എഗ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് അധികം സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി അത് പൊട്ടിച്ച് നമുക്കൊരു ബൗളിലോട്ട് ഒഴിക്കാം. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വറ്റൽമുളക് പൊടിച്ചത്, കുറച്ച് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ വറ്റൽമുളക് പൊടിച്ചതും കുരുമുളക് പൊടിയും ഒക്കെ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. വീട്ടിൽ പൊടിച്ച കുരുമുളകൊക്കെ ആണെങ്കിൽ നല്ല എരിവ് കാണും, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ എഗ്ഗ് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു മിനിറ്റെങ്കിലും നമ്മളൊന്ന് പതുക്കെ ഒന്ന് കുക്കാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ ഇച്ചിരി കട്ടിക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ. അതിനുശേഷം അത് നമ്മൾ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നമ്മുടെ എഗ്ഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുത്ത് മെൽറ്റാക്കി എടുക്കാം. നമ്മുടെ ബട്ടർ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വാടിയ ശേഷം നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വറ്റൽമുളക് പൊടിച്ചത്, കുറച്ച് ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ്. ഒരു ഗ്ലാസ് പാല്
അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടായി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ എഗ്ഗ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് കുറുകി ഇതുപോലെ ഒന്ന് ഗ്രേവി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ഗാർലിക് എഗ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.